ഹലോ എവരിവൺ, ഇഗ്നോ മാഹിറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഡിസംബർ ടേമെന്റിന്റെ പുതിയൊരു അപ്ഡേഷനാണ്, റിസൾട്ട് അപ്ഡേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 19/3/2025 തീയതിയിലാണ് ഈ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഇഗ്നോ ഡിസംബർ എക്സാം എഴുതിയ എല്ലാ ഇഗ്നോ വിദ്യാർത്ഥികളും ഈ ഒരു റിസൾട്ട് പോയി നോക്കേണ്ടതാണ്. അതായത് ഞാൻ ഇതിന്റെ റിസൾട്ടിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും പോയി ചെക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് പലർക്കും അറിയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഈ ലിങ്കിൽ പോയി ടേമെന്റിന്റെ ലിങ്കിൽ പോയിട്ട് ഇവിടെ റിസൾട്ട് സ്റ്റുഡന്റ് ലോഗിൻ ഉണ്ടാവും, റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ റിവാലുവേഷൻ കൊടുത്തവരുടെ റിസൾട്ടും വന്നിട്ടുണ്ട്, ഡിസംബറിൽ എക്സാം എഴുതിയവരുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റിവാലുവേഷൻ റിസൾട്ട് ഡിസംബർ 2024 എക്സാം റിസൾട്ട്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിൽ ആവശ്യം ഡിസംബർ ടേമിന്റെ റിസൾട്ട് ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസംബർ 2024 എക്സാം റിസൾട്ട്, റിവാലുവേഷൻ ആണ്, റിവാലുവേഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ 2024 ഡിസംബർ എക്സാം റിസൾട്ട് ആണ് വേണ്ടത്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിനിടയായിട്ട് നിങ്ങളുടെ എൻറോൾ നമ്പർ എന്തായാലും അറിഞ്ഞിരിക്കണം, മറന്നു പോരുത്. എന്നിട്ട് നിങ്ങളുടെ എൻറോൾ നമ്പർ ഇവിടെ എന്താവുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, എന്നിട്ട് രണ്ടെന്ന് കൊടുത്തതിനു ശേഷം സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡിസംബറിൽ എഴുതിയ ടേമിന്റെ എക്സാമിന്റെ റിസൾട്ട് അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായി കാണാൻ സാധിക്കും. ഇവിടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് ആസ് ഓൺ 19/3/2025 ഇഗ്നോ ഡിസംബർ ടേമെന്റ് റിസൾട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ റിസൾട്ട് അപ്ഡേഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി പലർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് എൻറോൾ നമ്പർ നോട്ട് ഫൗണ്ട്. എക്സാം റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എൻറോൾ നമ്പർ നോട്ട് ഫൗണ്ട് എന്നുള്ളത്. അതിനർത്ഥം നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതിനർത്ഥം എന്താണ്, നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇതുവരെയായിട്ടും ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരു ഇഗ്നോന്റെ എക്സാം റിസൾട്ടിന്റെ ടോട്ടൽ എല്ലാതും കൂടി വരുന്ന ഒരു 6 മാസത്തോളം എടുക്കും എന്നുള്ളതാണ്. എല്ലാ റിസൾട്ടും കൂടി വരാൻ ടൈം എടുക്കുന്നത് 3 to 6 മാസത്തോളം എല്ലാ റിസൾട്ടും വരാൻ ടൈം എടുക്കും എന്നുള്ളതാണ്, എക്സാം നടന്നതിന് ശേഷമായിട്ടും. അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാവരുടെയും എക്സാം കൃത്യമായി വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഡിസംബർ 2024 എക്സാം റിസൾട്ട് വന്നതിനോടൊപ്പം നമ്മുടെ ഗ്രേഡ് കാർഡിൽ അപ്ഡേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതും എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഗ്രേഡ് കാർഡ് എന്ന് വെച്ചാൽ എന്താണ്, അസൈൻമെന്റ്, പ്രാക്ടിക്കലി, എക്സാം, പ്രൊജക്ട്, ലാബ് മാർക്സ്, ഇത് അതിന്റെ ഗ്രേഡ് കാര്യങ്ങൾ കൂടിയ, പാസിംഗ് മാർക്ക് എല്ലാം കൂടിയ വരുന്ന നമ്മുടെ ഗ്രേഡ് ഷീറ്റ്, അതാണ് ഗ്രേഡ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മാർക്ക് ഷീറ്റ് എന്നൊക്കെ പറയാം അല്ലേ. ഓക്കെ, ഇതെങ്ങനെയാ വെച്ചാൽ ഇതിന്റെ ലിങ്കും കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൃത്യമായി എല്ലാവരും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നോക്കണം, ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി ഞാൻ കൊടുക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡന്റ് ലോഗിൻ കാണിക്കും. അതിൽ നിങ്ങളുടെ ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് 4 എന്നുള്ളത് ക്ലിക്കുമ്പോൾ സെലക്ഷന്റെ അവിടെ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏത് പ്രോഗ്രാം ആണോ ഉള്ളത്, ഇവിടെ പല പ്രോഗ്രാമുകളുണ്ട്, BCA, MCA, അതുപോലെ BDP, BA, CBCS, അതർ എന്നുള്ള കുറെ അതിൽ നമ്മൾ സാധാരണ അത് BA കാര്യങ്ങളൊക്കെ ഡിഗ്രി ഒക്കെ വരുന്നത് ഏതാണ്, CBCS പ്രോഗ്രാംസ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ നോക്കി വെക്കാം. നമ്മുടെ പ്രോഗ്രാം അത് ജനറൽ ആയിട്ടുള്ള പ്രോഗ്രാമാണ് ചോദിച്ചത് ആദ്യം. നമ്മുടെ പ്രോഗ്രാം ഓരോരുത്തരുടെ ഡിഗ്രിയുടെയും PGയുടെയും പ്രോഗ്രാം കോഡ് ഉണ്ടാവും. അത് കൃത്യമായി ഇവിടെ സെലക്ട് ചെയ്യാം. അതിലൂടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ എൻറോൾ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇഗ്നോന്റെ ഗ്രേഡ് കാർഡ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിലേക്ക് പ്രവേശിച്ചു, അതിൽ ലോഗിൻ ചെയ്തു. അപ്പൊ അതിലെ ഇൻഫോർമേഷൻ കണ്ടു. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അപ്ഡേറ്റ് ആയത് 19/3/2025 ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കൃത്യമായി നമ്മുടെ ഏത് ഇയറിന്റേതാണോ, നമ്മൾ ഏതൊക്കെ എക്സാം ആണ് അറ്റൻഡ് ചെയ്തത് കൃത്യമായി ഇവിടെ കാണിക്കും. നമ്മുടെ തിയറിയുടെ മാർക്കും, അസൈൻമെന്റിന്റെ മാർക്കും, ലാബിന്റെ മാർക്കും, പ്രൊജക്ടിന്റെ മാർക്കും, എല്ലാം പ്രാക്ടിക്കലിന്റെ മാർക്കും എല്ലാം ഇതിൽ കൃത്യമായി കാണിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പൂർണ്ണമായി നമ്മൾ പാസ്സായി എല്ലാം സബ്മിറ്റ് ചെയ്ത എല്ലാത്തിനും പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് എന്നുള്ള ഓപ്ഷനും, അല്ലാത്ത പക്ഷം എന്ന് പറയുമ്പോൾ മാർക്ക് കൃത്യമായി അപ്ലോഡ് ചെയ്യാത്തതിനും നോട്ട് കംപ്ലീറ്റഡ് എന്ന് വരും. അതുപോലെ തന്നെ പാസിംഗ് മാർക്ക് ലഭിക്കാത്തതിനും നോട്ട് കംപ്ലീറ്റ് എന്ന് വരും. അതുപോലെ തന്നെ എക്സാം, അസൈൻമെന്റ്, ട്യൂട്ടോറിയൽ, പ്രൊജക്ട്, പ്രാക്ടിക്കൽ ഇതൊന്നും സബ്മിറ്റ് ചെയ്യാത്തതൊന്നും നൽകാത്തതിന്റെ പേരിലും നമുക്ക് നോട്ട് കംപ്ലീറ്റ് എന്നുള്ള സ്റ്റാറ്റസ് കാണിക്കും. അപ്പൊ അതൊക്കെ കൃത്യമായി അതിന്റെ സമയത്ത് തന്നെ കൃത്യമായി ചെയ്യാം. ഇനി ഇഗ്നോവുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ എല്ലാ സർവീസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇഗ്നോ മാഹിറുമായി കോൺടാക്ട് ചെയ്തിട്ട് കൃത്യമായ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും കൃത്യമായി ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൃത്യമായി എല്ലാം അതിന്റെ ടൈമിൽ ഫോളോ അപ്പ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ പ്ലാറ്റ്ഫോം എന്നുള്ളത് ഇഗ്നോ മാഹിർ ആണ്. എല്ലാവരും കൃത്യമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. സ്റ്റേ ട്യൂൺ. താങ്ക് യു എവരിവൺ.